സങ്കീർത്തനം 64:3. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. ദുഷ്ടന്മാർ ദാവീദിനെതിരായി പ്രയോഗിക്കുന്ന ഒരു ആയുധത്തെപ്പറ്റി ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒരു വാൾ എങ്ങനെയാണോ ശരീരത്തെ മുറിക്കുന്നത്, അതുപോലെ മൂർച്ചയുള്ള വാക്കുകൾ ഒരു വ്യക്തിയുടെ മനസ്സിനെയും അഭിമാനത്തെയും മുറിപ്പെടുത്തുന്നു. രഹസ്യമായുള്ള ഗൂഢാലോചനകളും കുത്തുവാക്കുകളും വാളിനേക്കാൾ മാരകമാണെന്ന് ദാവീദ് പറയുന്നു. വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ വാക്കുകൾ അമ്പുകൾ പോലെയാണ്. ദൂരത്ത് നിന്ന് പോലും ഒരാളെ തളർത്തുവാൻ ഈ വാക്കുകൾക്ക് സാധിക്കും. അത് അവർ പരസ്യമായിട്ടല്ല ചെയ്യുന്നത്, രഹസ്യമായി ഒളിച്ചിരുന്ന് ഈ അസ്ത്രം എയ്യുന്നു. മറ്റൊരാളെ തകർക്കാനായിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശാരീരികമായ മുറിവുകൾ പുറമേ കാണുവാൻ സാധിക്കും. എന്നാൽ അപവാദം, നുണപ്രചരണം എന്നിവയിലൂടെ ഉണ്ടാകുന്ന മുറിവുകൾ സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനത്തെയും സമാധാനത്തെയും നശിപ്പിക്കുന്നു. വിശ്വാസികളായ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ തകർക്കുവാനല്ല, മറിച്ച് കെട്ടുപണിക്ക് വേണ്ടിയുള്ളതാകണം. വെളിപ്പാട് പുസ്തകം 2:16 എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വാൾ എന്നത് ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. എബ്രായർ 4:12 പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നതും നമ്മുടെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു എന്നാണ്. ദൈവത്തിൻ്റെ വായിലെ വാക്കുകൾ നമ്മെ പണിയുന്നതും ശുദ്ധീകരിക്കുന്നതും വളർത്തുന്നതും പ്രത്യാശ നൽകുന്നതും ഒക്കെയാണ്. എന്നാൽ ദുഷ്ടന്മാരുടെ വാക്കുകൾ ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നതാണ്. സങ്കീർത്തനം 57:4 എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ വാക്കുകൾ മറ്റൊരാളിനെ എത്രമാത്രം തകർത്ത് കളയുമെന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. വാക്കുകൾക്ക് തകർക്കുവാനും പണിയുവാനും പറ്റും. കുറ്റപ്പെടുത്തുവാനും ആശ്വസിപ്പാനും കഴിയും. തളർത്താനും വളർത്താനും കഴിയും. ദൈവമക്കളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർ 4:6 പറഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് എപ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും മാനസാന്തരപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവവിശ്വാസികൾ എന്ന് പറയുന്ന ദൈവമക്കൾ ആയ നാം ഓരോരുത്തരോട് നമ്മൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടി ഉള്ളതാകട്ടെ. നമ്മുടെ വാക്കുകൾ ആരെയും മുറിപ്പെടുത്താതെയും തളർത്താതെയും ഇരിക്കട്ടെ. ക്രിസ്തുവിനെ പോലെ നമ്മുടെ വാക്കുകൾ സ്നേഹത്തിൽ കുതിർന്നതായി തീരട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ ആരെയും വാക്കുകളാൽ മുറിപ്പെടുത്തുന്നവരാകാതെ ആശ്വസിപ്പിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.